വീണ്ടും തൃപ്പൂണിത്തുറയിലേക്കാണ്. അവിടെ അത്തച്ചമയം ഇന്ന് നടക്കാനിരിക്കുന്നു. ഘോഷയാത്രയൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ആഷിഖ് തുടരുന്നുണ്ട് അവിടെ നിന്ന്. ആഷിഖ്, എന്തായി? വിശിഷ്ടാതിഥികളൊക്കെ എത്തിയോ? ചടങ്ങുകൾ ആരംഭിച്ചോ? വിശിഷ്ട അതിഥികൾ എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ ഇവിടെ ഒരു കലാരൂപം ആയിട്ട് എത്തിയിട്ടുണ്ട് ചില ആളുകൾ. ഇതൊരു പുതിയ കലാരൂപമാണല്ലോ, സാധാരണ കണ്ടു പരിചയമില്ലാത്തതാണല്ലോ. എന്താണ് ഇത്? പൂതനാണ്. പൂതൻ. എന്താണ് പൂതൻ എന്നുള്ള കലാരൂപത്തിന് പിന്നിലുള്ള കഥ? പൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ദേവിയുടെ ഭൂതഗണങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ളതാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ അമ്പലങ്ങളൊക്കെ വർഷ ഞങ്ങൾ ഉത്സവത്തോടനുബന്ധിച്ച് വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട്. അതാണ് പൂതനൊക്കെ. അങ്ങനെ ചടങ്ങ് ആചാരങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രാദേശികമായ നിരവധി കലാരൂപങ്ങൾ ഇത്തവണ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂതൻ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് എന്ന് പറയുന്നു. മറ്റ് നിരവധി കലാരൂപങ്ങൾ ഇവിടെ ഉണ്ട്. കൂടാതെ വലിയ ആവേശം ജനിപ്പിക്കുന്ന പല രൂപങ്ങൾ ഈ തളപതി വിജയ് ഉണ്ട്, അതുപോലെ രജനീകാന്ത് ഉണ്ട്, ഋഷിരാജ് സിംഗ് ഉണ്ട്. അങ്ങനെ പലരുടെയും രൂപങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ലുട്ടാപ്പിയെയും മായാവിയെയും ഒക്കെ കണ്ടു. അങ്ങനെ വലിയ ആഘോഷത്തിൻ്റെ ഒരു തൃമിപ്പിലേക്ക് ഈ തൃപ്പൂണിത്തറ നഗരം കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അല്പസമയം കൂടി വൈകും എന്നാണ് തോന്നുന്നത്. മന്ത്രിമാരൊന്നും ഇതേവരെ എത്തിയിട്ടില്ല. അതേസമയം അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ എന്നുള്ളതാണ്. വലിയ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ തൃപ്പൂണിത്തുറ നഗരത്തിലേക്ക് അത്തച്ചമയ ഘോഷയാത്ര പുറപ്പെട്ട് കഴിയുമ്പോൾ വലിയ ഒരു തിരക്ക് ഉണ്ടാകും എന്നുള്ളത് എന്തായാലും ഉറപ്പാണത്. കൂടാതെ ഇന്ന് ഓണാഘോഷം ആരംഭിക്കുന്നു എന്നുള്ളത് കൂടാതെ മാറ്റി നിർത്തിയാൽ അങ്ങോട്ട് ഇനി വരുന്ന 10 ദിവസത്തിലേക്ക് വലിയ ആഘോഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നു തൃപ്പൂണിത്തുറ നഗരം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി അത്തച്ചമയ ഘോഷയാത്രകൾ അവസാനിക്കുകയെങ്കിലും അത്തച്ചമയ ഘോഷയാത്ര അവസാനിക്കും എന്നുണ്ടെങ്കിൽ കൂടിയും അതിനുശേഷം പൂക്കള മത്സരമുണ്ട്. പിന്നീട് ഇവിടെ ഈ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ കൂടിയുണ്ട്. ഏതാണ്ട് 10 ദിവസത്തോളം ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുക. ഔദ്യോഗികമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും എന്നുള്ളതാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത്തപ്പതാക വാനിൽ ഉയരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. മന്ത്രി പി രാജീവ് പതാക ഉയർത്തുന്നതോടുകൂടി അത്തം ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയായി. അമൃത. ശരി, അല്പസമയത്തിനകം തന്നെ അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് പങ്കുവച്ചത്.